ഹായ്. ആക്ച്വലി ഈ ലാസ്റ്റ് ഡേ ട്രേഡിംഗ് ഡേ ഞാൻ പോസ്റ്റ് മാർക്കറ്റ് അങ്ങനെ ചെയ്യുന്നതല്ല. പക്ഷേങ്കിൽ ഇന്ന് അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം 1-2 പ്രൈസ് ആക്ഷൻ പറയേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പോസ്റ്റ് മാർക്കറ്റ് അങ്ങ് പറഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ വരച്ച ലെവലുകളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാം കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു ഇല്ലേ? റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഈ ചാർട്ടിനകത്തിലുണ്ടായിരുന്നു. അത് ക്ലിയറായിട്ട് അത് റെസ്പെക്റ്റ് ചെയ്തു മാർക്കറ്റ്. ഓക്കെ, അപ്പം നമുക്കിതിനകത്ത് പറയാനുള്ളത് ഫസ്റ്റ് മിഡ് ക്യാപ്പിൻ്റെ കാര്യം ആദ്യം പറയാം. നമ്മൾ ഈ ഫസ്റ്റ് ഡേ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ട്രേഡ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം ഒരു നല്ല ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ സ്വഭാവം കാണുമ്പം അറിയാം മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് കൃത്യമായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡറിന് അറിയാം. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ സ്വഭാവം കാണുമ്പോൾ കറക്റ്റായിട്ട് അറിയാം മാർക്കറ്റ് എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണ് മാർക്കറ്റ് നീങ്ങാൻ പോകുന്ന ഒരു ഐഡിയ കിട്ടും. 100% കറക്റ്റായിട്ടില്ലെങ്കിലും അത്യാവശ്യം കാര്യം മനസ്സിലാവും. അപ്പോൾ ഞാൻ അത് നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 5 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. നോക്കിക്കേ, 5 മിനിറ്റ് ക്യാൻഡിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോർ ദാൻ 50% റിജക്ഷനാണ് മുകളിൽ ഇല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്നാണ് ഇന്നലെ 2-3 പേര് വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ പെട്ടെന്ന് മാർക്കറ്റ് നിർത്താൻ വേണ്ടി ഈ പോസ്റ്റ് മാർക്കറ്റ് അല്ല പ്രീ മാർക്കറ്റ് പറയുന്നത് നിർത്താൻ വേണ്ടി ഞാൻ ഒത്തിരി വ്യഗ്രത കാണിക്കുന്നു എന്ന് ആൾക്കാർക്ക് കംപ്ലൈൻറ്റ്. കാരണം പറയാനുള്ള കാര്യം വിശദമായിട്ട് തന്നെ പറയണം. 5 മിനിറ്റ് 10 മിനിറ്റ് അത് ഒതുക്കി പറയാനുള്ള കാര്യങ്ങൾ പറയാതെ പോകരുത് എന്ന് 3-4 പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. കാണേണ്ടവർ കാണാം, ഞങ്ങൾക്ക് പഠിക്കണം, അതുകൊണ്ട് സാറിന് പറയാനുള്ളതെല്ലാം കൃത്യമായിട്ട് പറയണം, സമയം പോയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അവർക്ക് പഠിക്കാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ. അപ്പോൾ ആ ത്വരയെ നമ്മൾ മാനിച്ച് ഉള്ള കാര്യം നമ്മളങ്ങ് പറയുന്നു. സമയം ഞാൻ നോക്കുന്നില്ല, എന്നാലും ഒരു 20 മിനിറ്റ് മാക്സിമം. ഇന്നിപ്പം പ്രീ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നിർത്താൻ പറ്റും. ഓക്കെ, പറയാനുള്ളത് ഞാൻ പറഞ്ഞു നിർത്താം, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നോക്കിക്കുക, ഈ റിജക്ഷൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് ചെയ്യാം, മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? അതിനുശേഷം പകുതിക്ക് ഒരു 50% ലെസ് ദാൻ 50% മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നമ്മൾ വരച്ച ലൈനിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയെങ്കിലും ഇവിടെ എന്ത് സംഭവിച്ചില്ല, നമ്മുടെ ഈ ഹൈ കട്ട് ചെയ്തില്ല ഇല്ലേ? ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ നമുക്ക് ഇനി ഇവിടുന്ന് ഒരു ബുള്ളിഷ് ട്രെൻഡ് വേണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടെ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം ഇല്ലേ? കട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ട്രേഡിനെ പറ്റി മോളോട് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് അവിടെ സംഭവിച്ചോ? ഇല്ല. അതിനുശേഷം മൂന്നാമത്തെ ക്യാൻഡിൽ അടിപൊളി ഒരു റെഡ് ക്യാൻഡിൽ വീണു. അതിൻ്റെ നോക്കിക്കുക, ഇതിൻ്റെ ബോഡിയെ കട്ട് ചെയ്ത് താഴെ മാർക്കറ്റ് നല്ല വൃത്തിയായിട്ട് ക്ലോസ് ചെയ്തു, ഫുൾ ബോഡി ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നോക്കി അടുത്ത ക്യാൻഡിൽ വീണ്ടും ഇത് ഭയങ്കര കൺഫ്യൂസ്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് കറക്റ്റ് കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വേണം. പക്ഷേ ഈ ഗ്രീൻ ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിലെ കവർ ചെയ്തോ? ഇല്ല. അതിനുശേഷം വീണ്ടും എന്ത് സംഭവിച്ചു? ഇത് റെഡ് ക്യാൻഡിൽ കിട്ടി. ഈ റെഡ് ക്യാൻഡിൽ കിട്ടിയപ്പം ഇതിനകത്താണ് എൻഗൾഫ് ചെയ്തില്ല. ഓക്കെ, ഈ ഗ്രീൻ ക്യാൻഡിലിനകത്താണ് ഈ റെഡ് ക്യാൻഡിൽ നിന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഡൗട്ടാണ്, എന്ത് ചെയ്യണം, മാർക്കറ്റ് എന്ത് ചെയ്യണം. പിന്നെ മാർക്കറ്റ് താഴോട്ട് ഈ ക്യാൻഡിലാണ് പിന്നെ നമുക്ക് അടുത്തൊരു കൺഫർമേഷൻ കിട്ടി. ഈ ക്യാൻഡിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയില്ല മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു. പക്ഷേ ഈ ക്യാൻഡിലിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി, എന്താ, മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന്. കാരണം എന്താ, ഇവിടുന്ന് ഇത്രയും റിജക്ഷൻ വന്നു ഇല്ലേ? ആ ഒരു ക്യാൻഡിൽ എത്ര റിജക്ഷൻ വന്നു? സെക്കൻഡ് ക്യാൻഡിൽ കൊണ്ടിപ്പോൾ അതും താഴെ റിജക്ഷൻ വീണു. മൂന്നാമത്തെ ക്യാൻഡിൽ ഇപ്പോൾ അതും റിജക്ഷൻ വീണു. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇവിടുന്ന് നമുക്ക് ഒരു ട്രേഡ് എടുത്ത് നമുക്ക് വിജയിപ്പിക്കാം. അങ്ങനെ എടുത്ത് വിജയിച്ചു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതിന് താല്പര്യം, നമ്മളൊരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. മനസ്സിലായില്ല? ഈ ഓരോ ക്യാൻഡിലുകളുടെയും സ്വഭാവം വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് തീരുമാനിക്കും. നിങ്ങൾക്കിതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാകത്തില്ല, എങ്കിലും സ്ഥിരമായിട്ട് നിങ്ങൾ ചാർട്ടുമായിട്ട് പരിചയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. കാരണം ഇത് കണ്ടപ്പോൾ തന്നെ ഞാനിവിടെ ട്രേഡ് എടുത്തു. ഇവിടെ വരെ നോക്കിയിരുന്നില്ല, ഇവിടെ തന്നെ ഞാൻ ട്രേഡ് എടുത്തു. അതുപോലെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെയായിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. അടിച്ചാൽ അടിച്ചു പോകും, ഇല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ട്രേഡ് ഇടും. അപ്പോൾ എനിക്ക് ഈ 2 ക്യാൻഡിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റ് പിന്നെ ഇവിടെ വന്ന് ഒരു റേഞ്ച് വെച്ചാൽ ആദ്യം ഒരു ഹയർ ഹൈ ഉണ്ടാക്കി, പിന്നെ അതിന് ശേഷം പിന്നെ ഒരു
ഒരു ലോവർ ഉണ്ടാക്കി പിന്നെ ഒരു ഹയർ ഉണ്ടാക്കി ഒരു പിന്നെ അങ്ങോട്ട് മാർക്കറ്റ് ഒരു ദിശയില്ലാത്ത പോക്കായിരുന്നു. നമുക്ക് ഈ രണ്ട് ക്യാപ്ചർ ഈ ഒറ്റ ക്യാപ്ചർ നമുക്ക് കിട്ടിയുള്ളൂ ഇല്ലേ, ഈ ഒരു ക്യാപ്ചർ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഇവിടെ നിങ്ങൾ താഴോട്ട് പിടിക്കാൻ പറ്റി. ഇവിടെ നമ്മൾ ഈ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഹൈ ഇന്നലത്തെ നമ്മൾ വരച്ചിട്ട് ഈ ഹൈയുടെ അവിടെ നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഒന്ന് പിടിക്കാൻ പറ്റി. അങ്ങനെ 2 ട്രേഡ് നല്ല വൃത്തിയായിട്ട് 2 ട്രേഡ് നമുക്ക് കിട്ടി. പിന്നെ ഇവിടെയൊക്കെ സ്കാൽപ്പ് ചെയ്യാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഈ ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചിട്ടായിരുന്നു. കറക്റ്റായിട്ട് നമ്മുടെ ഈ ട്രെൻഡ് ലൈന് ഈ റെസ്പെക്ട് ഇതൊക്കെ ഞാൻ വരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. ഈ 2 ഫോർമേഷൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ വരച്ച് ഞാൻ വരയിൽ കൂടെ തന്നെയാണ് മാർക്കറ്റ്. അപ്പം ഹൈയിലെടുക്കാം, താഴെ നിന്ന് ഹൈ എടുക്കാൻ പറ്റത്തില്ല, താഴെ ഈ ട്രെൻഡ് ലൈനെ വന്ന് മുട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൾ എടുക്കാം. മാക്സിമം 10-15 പോയിൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഇറങ്ങുക. അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം ക്യാപ്ചർ ചെയ്യാനുള്ള പറ്റിയേനെ ഇല്ലേ. അപ്പം ഇതാണ് ഇന്നത്തെ മാർക്കറ്റ്. നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുമാത്രമല്ല, ന്യായം പാലിച്ച് എത്ര പേർക്ക് ഇന്ന് വിജയിക്കാൻ പറ്റി. ന്യായം പാലിക്കാതെ മൊത്തം ടാർഗറ്റിന് വേണ്ടി നോക്കിയിരുന്നവർക്ക് ശരിക്കും നഷ്ടം തന്നെ വന്നു കാണും. പക്ഷേ ന്യായം പാലിച്ചവർക്ക് നല്ലപോലെ പ്രോഫിറ്റ് പല പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റി കാണും. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ ഓക്കെ, അത് അടുത്ത നിഫ്റ്റിയിലോട്ട് വരാം. ഇപ്പോൾ ഇതിന് ഇത്രയേ ഉള്ളൂ. നമുക്ക് തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് വീക്കിൽ അനലൈസ് ചെയ്യാൻ പറയുന്നതായിരിക്കും. അപ്പം നമ്മൾ വരച്ച ലൈനിൽ തന്നെ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഇനി നമുക്ക് നിഫ്റ്റിയിലോട്ട് നോക്കാം. നിഫ്റ്റിയിലോട്ട് നോക്കുമ്പോൾ നിഫ്റ്റിയിലാണ് കളികൾ കൂടുതൽ. നിഫ്റ്റിയിൽ നോക്കിക്കേ, ഞാൻ പറഞ്ഞിരുന്നു 23,500 താഴോട്ട് മാർക്കറ്റ് ഒരു കാരണവശാലും പോകില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. കറക്റ്റായിട്ട് 23,500 മാർക്കറ്റ് 23,500 വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു. ഇവിടെ നോക്കിക്കേ, 14-ാം തീയതി ഇതാണ്. ഇവിടെ വന്നു മാർക്കറ്റ് ശരിക്കും ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു സൂപ്പർ ട്രേഡ് ഉണ്ടായിരുന്നു ഇല്ലേ. കറക്റ്റ് മാർക്കറ്റ് വന്നു. ഇതെത്ര 9 ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് ട്രേഡ്, 14-ാം തീയതി ഇതാ. ഓക്കെ, മാർക്കറ്റ് ഇതുപോലെ തന്നെ മേളിൽ പോയി റിജക്ഷനാണ് ഇല്ലേ. ഇവിടുന്ന് റിജക്ഷൻ വന്നു. ഇവിടുന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ട്രേഡ് എടുക്കണ്ട വിട്ടേരെ. ഇവിടുന്ന് റിജക്ഷൻ വന്നു. സെക്കൻഡ് അങ്ങോട്ട് ക്ലോസ് ചെയ്തില്ല. തേർഡ് റെഡ് വന്നു. ഒരു ക്യാൻഡിൽ നേരെ ഇവിടെ സപ്പോർട്ട് എടുത്തില്ലേ. ഈ സപ്പോർട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ഒരു നോക്കിയിരിക്കുന്ന ട്രേഡർക്കാണ് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. കറക്റ്റ് ഇവിടെ വന്ന് മുട്ടി റിവേഴ്സ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെ കിട്ടിയവർക്ക് കറക്റ്റായിട്ട് ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി കാണും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടുന്നെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ പറ്റി കാണും. ഓക്കെ, ചെറിയ പ്രോഫിറ്റിൽ, അതായത് 30-40 നിഫ്റ്റിയിലൊക്കെയാണ് 30-40 പോയിൻ്റ് കിട്ടുന്നവർക്ക് സുഖമായിട്ട് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റും. അതിനുശേഷം ഇവിടുന്ന് നോക്കി നമ്മുടെ ലൈനിൽ നിന്ന് റിജക്ഷൻ വന്നു ഇല്ലേ. ഇവിടുന്ന് മേലോട്ട് പോയി മേലോട്ട് പോയി ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ തിരിച്ച് റെഡ് വന്നു. ഇതിന് താഴെ ക്ലോസ് ചെയ്തപ്പോൾ നമുക്കറിയാം റിജക്ഷൻ എന്ന് മനസ്സിലായി. ഇവിടുന്ന് ഒരു ട്രേഡ്, ഈ ഹൈ SL ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാമായിരുന്നു. അങ്ങനെ എടുത്തവർക്ക് സുന്ദരമായിട്ട് ഇവിടം വരെ കിട്ടി. ഈ വീഴ്ച കണ്ടുകൊണ്ട് താഴെ വരെയും വരും എന്ന് നോക്കിയിരുന്നവർക്ക് അതെല്ലാം നഷ്ടപ്പെട്ട് കാണും. പിന്നെ അതിന് ശേഷം പിന്നെ മാർക്കറ്റ് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമായിരുന്നു. പിന്നെ അവസാനം നമുക്ക് ലാസ്റ്റിലായിരുന്നു ഒരു ട്രേഡ്. ഈ ട്രേഡ് ഞാൻ വൃത്തിയായിട്ട് എടുത്ത് നല്ല ഡബിൾ ഉണ്ടാക്കി. അതായത് ഏകദേശം 8 രൂപ 9 രൂപ 12,500 വന്നു കഴിഞ്ഞ് അത് 35 രൂപ വരെ പോയി ഈ സാധനം. ഇത് ഇതിൽ ഞാൻ പൈസ ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഞാനത് ഗ്രൂപ്പിലിടുകയും ചെയ്തു ആ സംഭവം. അപ്പം ഇതൊക്കെയാണ് ഇന്ന് സംഭവം. ഇന്നും ഇവിടെ നമുക്ക് നിഫ്റ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. അതായത് ന്യായം പാലിച്ച് ട്രേഡ് ചെയ്തവർക്ക് ഇത് നല്ലൊരു ക്യാപ്ചറായിരുന്നു ഇല്ലേ. നല്ലൊരു ക്യാപ്ചറായിരുന്നു. ഇവിടുന്ന് കൃത്യമായിട്ട് പ്രൈസ് ആക്ഷനൊക്കെ വർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇവിടുന്ന് ഇത്രയും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇത് ഇവിടം വരെ ഏകദേശം നിങ്ങൾക്കൊരു പ്രീമിയത്തിനകത്തൊരു 70-75 പോയിൻറ്റ് സുഖമായിട്ട് 100 പോയിൻ്റ് അടുത്ത് നിങ്ങൾക്ക് കിട്ടിക്കാണും. എത്ര പേർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ ലാഭം എടുത്തരല്ലെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കറിയാമല്ലോ, അത് പറയുന്നത് എനിക്കൊരു സന്തോഷമുണ്ടല്ലോ, കേൾക്കുന്ന എനിക്കൊരു സന്തോഷമുണ്ടല്ലോ. ഞാൻ കൊടുത്തത് അത് വർക്കൗട്ടായി എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ മാർക്കറ്റിൽ കണ്ടോ, ഞാൻ പറഞ്ഞിരുന്നു 23,500 100% താഴെ പോകത്തില്ല, ഇതിന് മുകളിൽ തന്നെ ഹോൾഡ് ചെയ്യും, 23,500 നിൽക്കുമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നമുക്ക് വീക്കിലി അനാലിസിസ് നമുക്ക് തിങ്കളാഴ്ചത്തെ നമുക്ക് പ്രീ മാർക്കറ്റ് പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. നാളെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നാളത്തേക്ക് പറ്റുന്നു, ഞാൻ ഇന്ന് രാത്രി ചെയ്യണം. അതായത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ന്യായത്തിൻ്റെ പ്രസക്തി, ഇതായിരിക്കും അതിൻ്റെ തമ്പനയിൽ. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതായത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ന്യായത്തിൻ്റെ പ്രസക്തി എന്നതിനെ പറ്റി ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഓടിയും എല്ലാവരും കാണണം. ഓക്കെ, അപ്പോൾ അതുപോലെ വാട്സപ്പ് ലിങ്ക് വെച്ചിട്ടുണ്ട് ഇതിന് താഴെ. അത് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അവിടെ നിങ്ങൾക്ക് ലെവലുകൾ വേണമെന്നുണ്ടെങ്കിൽ
ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു വീക്കെൻഡ് ആശംസിക്കുന്ന 3 ദിവസം കൊണ്ട് അടിച്ച് പൊളിക്കുക. 3 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടം പോലെ പ്രൈസ് ആക്ഷൻ്റെ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓപ്ഷൻ ട്രേഡർ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ ശ്രമിക്കുക. പ്ലേ ലിസ്റ്റിനകത്തിലുണ്ട്. ഇതെല്ലാം വീക്കെൻഡ് ഇഷ്ടം പോലെ സമയമുണ്ട്. നിങ്ങളിതൊക്കെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾക്കും ഒരു നാൾ ഇതുപോലെ വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരു വീക്കെൻഡ്, നല്ല അടിപൊളി വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.